ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയും ദൈവവചനവും എന്ന ഈ പങ്ക്തിയിലെ 3-ാം എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സൃഷ്ടിച്ചു എന്ന വാക്കിനെക്കുറിച്ചുള്ള എൻ്റെ ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകത, ദൈവം എല്ലാം ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കിയതാണ്. ഈ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ ദൈവപിതാവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒരുപോലെ പ്രവർത്തിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതെ, വിവിധ വചനങ്ങൾ ദൈവത്തിൻ്റെ 3 വ്യക്തിത്വങ്ങളും, അതായത് പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തു, പരിശുദ്ധാത്മാവ്, ഇവർ മൂവരും സൃഷ്ടികാര്യങ്ങളിൽ സജീവമായിരുന്നുവെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് ഈ വചനങ്ങളൊന്ന് ചുരുക്കത്തിൽ പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 18-ാം വാക്യം. ഈ വചനങ്ങൾ സൃഷ്ടി ദൈവപിതാവിലൂടെ ആരംഭിച്ചുവെന്ന് വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളും, എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യവും നാം ശ്രദ്ധിച്ചാൽ യേശുക്രിസ്തു സൃഷ്ടികാര്യങ്ങളിൽ പങ്കാളിയായിരുന്നതും എല്ലാം അവൻ മുഖാന്തരം ഉളവായി എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യവും, യോബിന്റെ പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യം, സങ്കീർത്തനം 104-ന്റെ 30-ാം വാക്യം. ഈ വചനങ്ങൾ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് സൃഷ്ടികാര്യത്തിൽ സജീവ പങ്കാളിയായിരുന്നതായി നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇവിടെ ദൈവതൃത്വത്തിന്റെ സൃഷ്ടികാര്യങ്ങളിലെ പങ്ക് ചുരുക്കത്തിൽ വിശദീകരിക്കാം. ദൈവപിതാവ് സൃഷ്ടിയുടെ ആലോചനയും പദ്ധതിയും രൂപപ്പെടുത്തുകയുണ്ടായി. പുത്രനായ യേശുക്രിസ്തു വിശ്വാസവാക്കുകൾ പ്രസ്താവിക്കുകയും ദൈവത്തിന്റെ പദ്ധതിയെ നിറവേറ്റുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് ആ പറയപ്പെട്ട വാക്കുകളിൽ ജീവനും ആത്മാവും നൽകുകയും അതിനെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ സൃഷ്ടിയും നിലവിൽ വന്നു. അതുപോലെ തന്നെ നാം ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായി ക്രിസ്തുയേശുവിൽ പുതിയ സൃഷ്ടികളായി ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാകുന്നു. നമുക്ക് ദൈവപിതാവിനെ പോലെ സൃഷ്ടിപരമായവരും പ്രത്യാശയുള്ളവരും മനസ്ഥിരതയും നിറഞ്ഞവരായി തീരണം. യേശുക്രിസ്തുവിനെ പോലെ വിശ്വാസവാക്കുകൾ ദൃഢതയോടെ പ്രസ്താവിക്കുന്നവരായി തീരണം. പരിശുദ്ധാത്മാവിനെ പോലെ ജീവനും ആത്മാവും പ്രസ്താവിച്ച വാക്കിൽ ഉളവാകണം. അങ്ങനെ ആ വാക്ക് യാഥാർത്ഥ്യമാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായും ശൂന്യതയിൽ നിന്ന് ഈ ലോകം സൃഷ്ടിച്ചതുപോലെ ഞങ്ങളെയും പിതാവിനെ പോലെ സൃഷ്ടിപരവും മനസ്ഥിരതയുമുള്ളവരാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിനെ പോലെ ദൃഢവിശ്വാസ വാക്കുകൾ പ്രസ്താവിക്കുന്നവരാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവിനെ പോലെ ആ വാക്കിൽ ജീവനും ശക്തിയും ഉളവാക്കുന്നവരാക്കി തീർക്കണമേ. അങ്ങനെ ആത്മാവിൽ പുതുക്കമുള്ളവരായി അനുദിനം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷയും സൗഖ്യവും അനുഗ്രഹവും നിന്റെ മഹത്തായ നാമത്തിൽ ഉളവാക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന ചോദിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ഈ ഒരു അനുഗ്രഹീത ദിനം നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.